പബ്ലിക് എക്സാമിങ് അടുത്തു തുടങ്ങി. എക്സാം ടൈം ടേബിൾ വന്നിട്ട് പഠിക്കാം എന്ന് പറഞ്ഞ പലരും ഇപ്പൊ നെട്ടോട്ടത്തിലാണ്. മറ്റൊന്നുമില്ല, വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമുക്കുള്ളൂ. ധാരാളം സബ്ജക്ട്സും ഉണ്ട്. ഓരോ സബ്ജക്റ്റിലും അത്യാവശ്യം ഒരുപാട് ചാപ്റ്റേഴ്സും പഠിക്കാനുണ്ട്. എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നൊരു പിടിയില്ല. എപ്പോ തുടങ്ങണം എപ്പോ ഇത് കഴിയും എന്നുള്ളതിനെ കുറിച്ചും വലിയ പിടിയില്ല. സോ ഇങ്ങനെയുള്ള സമയത്താണ് ടൈം ടേബിളിന്റെ ആവശ്യകത തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നിങ്ങളിൽ പലരും ചെയ്യുന്ന ഒരു ഫോൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്ട്സ് ചില കുട്ടികൾ അത് മാത്രം പഠിച്ച് മറ്റേതിന് ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. എന്നാൽ ഈ ടഫ് ആയിട്ടുള്ള സബ്ജക്ട് നമ്മൾ ലാസ്റ്റ് പഠിക്കാൻ പോകുമ്പോൾ ഒന്നും നമുക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ അത് കറക്റ്റ് ക്ലാരിറ്റി കിട്ടാതെ നമ്മൾ വിഷമിക്കേണ്ടി വരും. അതേപോലെ തന്നെ ചില കുട്ടികൾ കാണുന്ന ടെൻഡൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടഫ് ആയിട്ടുള്ള സബ്ജക്ട്സിന് അവർ ഒരുപാട് സമയം കൊടുത്ത് തന്നെ പഠിക്കും. എന്നാൽ ഈസി ആയിട്ടുള്ള സബ്ജക്ട് എക്സാമിന്റെ തലേ ദിവസം പഠിക്കാം, അല്ലെങ്കിൽ അതിനുള്ള ടഫ് ആയിട്ടുള്ള സബ്ജക്ട് പഠിക്കുന്നതുകൊണ്ട് ഈസി ആയിട്ടുള്ള സബ്ജക്ട് പഠിക്കാൻ നമുക്ക് സമയം കിട്ടില്ല. അതും പറഞ്ഞുകൊണ്ട് നമ്മൾ എക്സാമിന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈസി എന്ന് പറയുന്ന സംഭവം നമുക്ക് ടഫ് ആയിട്ട് വരും. അപ്പോ ഇവിടെയാണ് നമ്മൾ എല്ലാ സബ്ജക്ട്സിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് നമ്മൾ പറയാൻ കാരണം. അങ്ങനെ എല്ലാ സബ്ജക്ട്സിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ എക്സാം ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടൈം ടേബിൾ നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വരും. സോ ഐ ആം തസ്ലീന. Today I am going to discuss about the importance of making timetables before examination. ഇത് നിങ്ങൾ ഏത് സബ്ജക്ട്സിന്റെ അല്ലെങ്കിൽ ഏത് എക്സാമിന് പോകുന്ന കുട്ടികളായാലും ഒരു സ്റ്റഡി ടൈമിനുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി ലീവിനുള്ളിലൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ എല്ലാ പോർഷൻസും കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളിൽ പലരും ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പലതവണ ടൈം ടേബിൾ ഉണ്ടാക്കി പലതവണ അത് കീറിക്കളഞ്ഞ് അടുത്ത ടൈം ടേബിൾ ഉണ്ടാക്കാൻ പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അതായത് ടൈം ടേബിൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾ വേണം സെറ്റ് ചെയ്യാൻ. അതായത് നമ്മളെ കൊണ്ട് കഴിയാത്ത ടൈം ടേബിൾ നമ്മൾ ഒരിക്കലും ആർക്കെങ്കിലും വേണ്ടി ഉണ്ടാക്കുന്ന പോലെ ചെയ്യരുത്. നമ്മുടെ റുട്ടീൻ എന്താണെന്നോ നമുക്ക് എത്ര സമയം കൊണ്ട് പഠിക്കാൻ കഴിയുമെന്നും വ്യക്തമായിട്ട് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അതായത് മോസ്റ്റ്ലി പലരും ടൈം ടേബിൾ ഉണ്ടാക്കുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം 6 മണിക്കൂറും കണ്ടിന്യൂസ് സ്റ്റഡി, അതിനുശേഷം ബ്രേക്ക് വേണ്ട, രാവിലെ നേരത്തെ എണീക്കുന്നു, രാത്രി ഒരുപാട് നേരം പഠിക്കുന്നു. ഇങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ട് പഠിക്കുമ്പോൾ 2-3 ദിവസമൊക്കെ നമുക്ക് സാധിക്കും. അത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടത് പറ്റില്ല. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏതാണ് യഥാർത്ഥത്തിൽ പഠിക്കാൻ പറ്റിയ നല്ല സമയം? സത്യത്തിൽ അങ്ങനെ നല്ലൊരു സമയവും ചീത്ത സമയമൊന്നുമില്ല. ഓരോരുത്തർക്കും സമയം വ്യത്യാസമായിരിക്കും. ചിലർക്ക് ഏർലി മോർണിംഗ് ആയിരിക്കും നന്നായിട്ട് പഠിക്കാൻ കഴിയുന്നത്, ചിലർക്ക് രാത്രി അതായത് 12 മണിക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ പഠിക്കാൻ കഴിയുന്നത്. അതിനുവേണ്ടി ചിലർ നട്ടുച്ചയ്ക്ക് ഇരുന്ന് പഠിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചിട്ടാണ് അത് വ്യത്യാസം. അല്ലാതെ നമ്മുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ ടോപ്പർ എല്ലാ ദിവസവും രാവിലെ 3 മണിക്ക് എണീറ്റ് പഠിക്കുന്നു എന്നിട്ട് നിങ്ങൾ പഠിക്കാനിരുന്നിട്ട് കാര്യമില്ല. ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് അത് സാധിക്കില്ല. ആ ഒരു കാര്യം കുട്ടികൾ മാത്രമല്ല മാതാപിതാക്കളും മനസ്സിലാക്കേണ്ടതാണ്. കിടന്നുറങ്ങുന്ന കുട്ടീനെ വിളിച്ച് നമ്മൾ എനിക്ക് പഠിക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും അവന് ചിലപ്പോൾ ആ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം ആയിരിക്കില്ല. അവന് ചിലപ്പോൾ നൈറ്റ് ആയിരിക്കും ഒന്നുകൂടെ ഉഷാറായിട്ട് പഠിക്കാൻ കഴിയുക. പല കുട്ടികൾക്കും പല സമയമാണ്. അപ്പോ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിച്ച് ടൈം വിൽ ബി മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ യു. നിങ്ങൾക്ക് ഓക്കെ ആകുന്ന സമയം, നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള, നിങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആവാൻ ചാൻസ് ഉള്ള സമയം ഏതാണെന്നുള്ളത് നോക്കിയിട്ട് ആ ഒരു ടൈമിനെ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെയോ ഒന്നും കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. അതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും ഫോക്കസ് ചെയ്യാൻ അല്ലെങ്കിൽ അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കാൻ കഴിയുന്ന സമയങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. അതായത് ചിലർക്ക് ചിലപ്പോൾ കണ്ടിന്യൂസ് 2 hours സബ്ജക്ട്സ് പഠിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതിനുവേണ്ടി ചിലർക്ക് അരമണിക്കൂർ കഴിയുമ്പോഴേക്കും അവരുടെ ശ്രദ്ധ പോകും അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ പോകും. അപ്പോൾ നമ്മുടെ ആ ഒരു കപ്പാസിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതായത് അരമണിക്കൂർ പഠിക്കുമ്പോഴേക്കും ചിലപ്പോൾ മറ്റു വിഷയങ്ങളിൽ നമ്മുടെ ചിന്തകളിൽ വരുന്നു, അല്ലെങ്കിൽ നമുക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതെ വരുന്നു എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ആ രീതിയിൽ നമ്മൾ നമ്മുടെ ടൈം ടേബിൾ ശ്രദ്ധിക്കുക. എന്നാൽ മറ്റൊരാൾ അങ്ങനെ ആയിരിക്കില്ല. അവർക്ക് ചിലപ്പോൾ 2 hours കണ്ടിന്യൂസ് പഠിച്ചാലും അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ ചിലപ്പോൾ കഴിയുന്നുണ്ടാവും. സോ ഈ ഒരു പേഴ്സണൽ കാര്യങ്ങളും കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിന്റെ ലിസ്റ്റ് എടുക്കുക. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയമാണെങ്കിൽ നമുക്കത് ഒഴിവാക്കാൻ കഴിയില്ല. ട്യൂഷൻ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മുടെ ഉറക്കം, നമ്മുടെ ഭക്ഷണം, നമ്മളുടെ റുട്ടീൻസ്, ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. സോ ഇതിനൊക്കെയുള്ള സമയം കഴിഞ്ഞിട്ട് ഒരു ദിവസം എത്ര സമയമുണ്ട്. ഇനിയിപ്പോ സ്കൂളും ട്യൂഷനും എല്ലാം കഴിഞ്ഞ് നമ്മൾ സ്റ്റഡി ഹോളിഡേയ്സിൽ ഇരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സമയമില്ല. പക്ഷെ നമ്മുടെ ഉറക്കം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ഡെയിലി റുട്ടീൻസ്, ഇതിനുള്ള എല്ലാ സമയവും മാറ്റിവെച്ചതിന് ശേഷമുള്ള സമയത്തിനെയാണ് നമ്മൾ സ്റ്റഡി ടൈം ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. പല കുട്ടികളും കാണുന്ന മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമിന്റെ തലേ ദിവസം അല്ലെങ്കിൽ എക്സാമിനോട് അടുപ്പിച്ചിട്ടുള്ള ദിവസങ്ങളൊക്കെ സ്ട്രെസ് കാരണമായിരിക്കാം, പഠിച്ചു തീർന്നില്ല എന്നുള്ള ഒരു ടെൻഷൻ കൊണ്ട് നിങ്ങളിൽ പലരും ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്ന് പറയുന്നത് ഉറക്കമൊഴിച്ച് നന്നായിട്ട് പഠിക്കും. ഈ ഉറക്കമൊഴിച്ച് പഠിച്ച് അല്ലെങ്കിൽ വായിച്ച് പോയിട്ട് പിറ്റത്തെ ദിവസം നമുക്ക് എക്സാം എഴുതാൻ പോയാലും ചിലപ്പോൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ മെമ്മറിയിൽ വന്നോളണം എന്നില്ല. അപ്പോൾ ആവശ്യത്തിന് സ്ലീപ്പും ഇനഫ് ഫുഡും അത് എല്ലാ സമയത്തും എങ്ങനെയാണോ
എന്താണോ നമ്മൾ ചെയ്യാറുള്ളത് അതേപോലെ തന്നെ കൊണ്ടുപോകാൻ ഇത്തരം സ്റ്റഡി ഹോളിഡേയ്സിലും എക്സാമിനോടനുബന്ധിച്ചും നമ്മൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പാരന്റ്സ് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സബ്ജക്ട്സ് വൈസ് ആയിട്ടുള്ള പ്ലാനിങ് നമ്മൾ ചെയ്യണം. അതായത് ഒരു ദിവസം ഒരേ സബ്ജക്ട് തന്നെ പഠിച്ചിട്ട് ഒരിക്കലും ബോറടിക്കാൻ ശ്രമിക്കരുത്. ഒരു ദിവസം 2-3 സബ്ജക്ട്സ് മിനിമം എടുക്കുക. അതിനുശേഷം ഓരോ ദിവസം ഏത് സമയത്ത് ഓരോ സബ്ജക്ട്സ് പഠിക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്യുക. നമ്മൾ വളരെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് മോർണിംഗ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അറ്റൻറ്റീവ് ആകാൻ കഴിയും. സോ തിയറിറ്റിക്കൽ ആയിട്ടുള്ള പേപ്പേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ടഫ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഒക്കെ ആ സമയത്ത് പഠിക്കാം. അതേപോലെ തന്നെ നമ്മൾ ടയേർഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ടയേർഡ് ആവുന്ന സമയം ഉണ്ടാവുമല്ലോ, കുറെ നേരം പഠിച്ച് ടയേർഡ് ആവുന്ന സമയത്ത് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള സബ്ജക്ട്സ് അല്ലെങ്കിൽ ജസ്റ്റ് വായിച്ച് വിട്ടാൽ മതി എന്നുള്ള രീതിയിലുള്ള ലാംഗ്വേജ് സബ്ജക്ട്സുകളൊക്കെ ആ സമയത്തേക്ക് പ്രിഫർ ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ തിയറീസും കാര്യങ്ങളും അല്ലെങ്കിൽ സയൻസ് സോഷ്യൽ എന്നുള്ള സബ്ജക്ട്സ് ഒക്കെ ഉച്ചയ്ക്ക് പഠിക്കുക എന്നുള്ളത് പല കുട്ടികൾക്കും ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അതേസമയം മാത്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്ത് പഠിക്കാനുള്ളതാണ്, ആ ഉച്ച സമയം നമുക്ക് തിരഞ്ഞെടുത്താൽ നന്നായിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ. ഞാൻ പറയുന്ന പോലെയല്ല, നിങ്ങളുടെ ആ ഒരു കംഫർട്ട് അനുസരിച്ച് നിങ്ങൾ ഇത്തരത്തിൽ 2-3 സബ്ജക്ട്സ് ഒരു ദിവസം ബേസ്ഡ് ഓൺ ദിസ് ഇമ്പോർട്ടൻസ് ആൻഡ് ബേസ്ഡ് ഓൺ യുവർ കംഫർട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു ടൈം ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്കറിയാം, 1 മണിക്കൂറോ അരമണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ആയിരിക്കും. സോ ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 or 10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. 5 or 10 മിനിറ്റ്സ് ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഓടിപ്പോയി മൊബൈൽ നോക്കണം എന്ന് അല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ഒരു 5 to 10 മിനിറ്റ്സിൽ ഒന്ന് പുറത്ത് പോയി വെള്ളമൊക്കെ കുടിച്ചിട്ട് വരിക, അല്ലെങ്കിൽ വീട്ടിലുള്ളവരോടൊന്ന് സംസാരിച്ചിട്ട് വരിക, ഇനി അതുമില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് നടന്നിട്ട് വരിക, ഒന്ന് ഫ്രഷ് ആവുക. അതായത് ആ സമയത്ത് നിങ്ങൾ പഠനത്തെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട, ജസ്റ്റ് നിങ്ങളുടെ ബോഡി ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉഷാറ് കിട്ടും. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആക്റ്റീവായിട്ട് വീണ്ടും നമ്മുടെ റെഗുലർ സ്റ്റഡിയിലേക്ക് കടക്കാം. അതായത് കണ്ടിന്യൂസ് സ്റ്റഡി നമുക്ക് പോസിബിൾ അല്ല, പോസിബിൾ ആവുന്ന ആളുകൾ മാത്രം ചെയ്യുക. അല്ലാത്തവര് ഇടയ്ക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന ആ സമയത്ത് നമ്മൾ അത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ ബ്രേക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ആദ്യം തന്നെ പ്ലാൻ ചെയ്യുക. 1 hour ഞാൻ പഠിക്കും, ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കും. അടുത്ത 1 hour പഠിക്കും, 10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കും. ഈ 10 മിനിറ്റ്സിന് നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും ഫോൺ നോക്കലല്ല എന്ന് മാത്രമുള്ള ടിപ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനാവും. അതേപോലെ തന്നെ ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കാനും നല്ല കാമായിട്ട് നമ്മളെ എക്സാം എഴുതാനും സഹായിക്കും. ഒരു കാര്യമുണ്ട്, ഇതിനൊക്കെ നിങ്ങളൊരു ചാർട്ടിലോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിലോ എഴുതി വെക്കുക. ഓരോ ദിവസം ഓരോ ഡേറ്റ് ഇട്ടിട്ട്, ഇപ്പൊ 10th എന്നുള്ള ഒരു ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡേറ്റിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും പഠിക്കണം. അതിൽ ഫിസിക്സിൽ ഒരു പാഠം, മാത്സിൽ ഒരു പാഠം, അല്ലെങ്കിൽ കെമിസ്ട്രി ഒരു പാഠം എന്ന് നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ അത് എഴുതി വെക്കുക. ഓരോ പാഠം കഴിയുമ്പോഴും അതിന് ടിക്ക് ഇടുക. ഇത് കാണുമ്പോൾ തന്നെ, അതായത് നമ്മൾ പഠിച്ച കുറെ പോർഷൻസ് ഇന്നലെ തുടങ്ങി ഞാൻ ഇത്ര പഠിച്ചു എന്ന് തീരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. ഒരു ചാർട്ടിന്റെ രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ടൈം ടേബിൾ നമ്മൾ കിടക്കുന്ന ഭാഗത്ത് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഭാഗത്ത് വെക്കുക. ഓരോ പാഠങ്ങൾ കഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ടിക്ക് ചെയ്ത് വിടുക. ഇതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കും. സോ ടൈം ടേബിൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പണിഷ്മെന്റോ ഒരു വലിയ സിസ്റ്റം ഒന്നല്ല. ഇത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം ഉഷാറാക്കാൻ വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം മാത്രമാണ്. ഒരുപാട് പഠിച്ച് ഓവർലോഡ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ കുറച്ച്, ഓരോ സബ്ജക്ട്സിന്റെയും വളരെ കുറച്ച് പോർഷൻസ് പഠിച്ച് എന്നാൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും. നമ്മൾ ഒരിക്കലും ഒരു ടൈം ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറാൻ ശ്രമിക്കരുത്. ഒരു ദിവസം ആ ടൈം ടേബിൾ തെറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ മാക്സിമം ഒരു ടൈം ടേബിൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആവാതെ നിങ്ങൾ നോക്കണം. അപ്പോ ഒരു ദിവസം ചിലപ്പോൾ ഒരു സബ്ജക്ട്സോ അല്ലെങ്കിൽ ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് പഠിക്കാൻ കഴിയുണ്ടാവുള്ളൂ. ആ ഒരു ഭാഗം പഠിച്ചു കഴിയുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. പക്ഷെ അതിനെ എന്ത് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിലും കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. താങ്ക് യു.